ഹായ് എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇത് നമുക്ക് പീച്ചിങ് ഉപയോഗിച്ചിട്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ പീച്ചിങ് എന്ന് പറയാ റിഡ്ജ് ഗാർഡ് കിട്ടാ. അതായത് ഇതാണ് സംഭവം. ഇത് ഉപയോഗിച്ചിട്ടൊരു ഇത് ഉലർത്തിയത് തയ്യാറാക്കാം. അപ്പോൾ ഇത് മാത്രമല്ല, ഇതിന്റെ കൂടെ ഉണക്ക ചെമ്മീനും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു ഉലർത്ത് തയ്യാറാക്കുന്നത് കേട്ടോ. നല്ല നാടൻ സ്റ്റൈലില് ഇപ്പൊ ചോറിന്റെ ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാവുന്ന ഒരു അടിപൊളി ഐറ്റാണ്. ഞാൻ സാധാരണ ഈ സംഭവം ഇവിടെ വാങ്ങിക്കാറില്ല. എൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ വാങ്ങിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് തോന്നി. അപ്പോൾ നിങ്ങൾക്കും കൂടി എന്തായാലും ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഇതിന് വേണ്ടിയിട്ട് പീച്ചിങ് എടുത്തിട്ടുണ്ട്. ഇതൊരു 300 ഗ്രാം അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ, മൂക്കാത്ത ഇതുപോലുള്ള പീച്ചിങ് ആണ് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഓടിച്ചു നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും മൂത്തതാണോ അല്ലേന്ന്. കണ്ടില്ലേ, ഇപ്പം കറക്റ്റായിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റുന്നുണ്ട്. മൂത്തതാണെങ്കിൽ അത്ര ടേസ്റ്റി ആയിട്ട് വരില്ല കേട്ടോ. ഇതാവും നല്ല സോഫ്റ്റ് ആയിട്ട് മാറും. അപ്പോൾ ഇതെങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കാന്ന് വെച്ചാൽ, ഇതിൻ്റെ ഇവിടെ കണ്ടോ മുള്ളു പോലെ പൊങ്ങി നിൽക്കണ ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം നമുക്കിത് ഇതുപോലെ അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റാം. അതായത് മുഴുവനായിട്ട് അങ്ങോട്ട് മാറ്റണമെന്നില്ല, ഈ പൊങ്ങി നിൽക്കണ ഭാഗം മാത്രം അങ്ങനെ കളഞ്ഞാലും മതി കേട്ടോ. അല്ലാതെ തൊലി മുഴുവൻ അങ്ങോട്ട് കളയണമെന്നില്ല. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ. അപ്പോൾ അതേ കണ്ടോ, ഞാൻ പീച്ചിങ് അത് ഇതുപോലെ ഇതിൻ്റെ ആ ഒരു മുള്ളല്ല പൊങ്ങി നിൽക്കണ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അതൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കുമ്പോൾ മാക്സിമം ചെറുതാക്കി തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ അങ്ങോട്ട് യോജിച്ച് നന്നായിട്ട് തന്നെ വരുമല്ലോ. ഇപ്പോൾ കണ്ടോ, ഈ ഒരു പീച്ചിങ്ങ മുഴുവൻ ഞാനിതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് 1/2 കപ്പ് അളവിൽ ഉണക്ക ചെമ്മീനാണ് കേട്ടോ. ഇത് നന്നായിട്ട് കഴുകിയിട്ട് ഒരു 5 മിനിറ്റ് കുതിർത്തി എടുത്തിട്ട് പിന്നെ വെള്ളം ഊറ്റി നമുക്ക് മാറ്റി വയ്ക്കാം. പീച്ചിങ്ങ ഉണക്ക ചെമ്മീൻ ഉലർത്തുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് കേട്ടോ. ചൂടായിട്ടുള്ള പാനിലേക്ക് നമുക്കൊരു 1.5 ടേബിൾ സ്പൂണോളം അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ എണ്ണ ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 2 സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 2 മീഡിയം സൈസിലുള്ള സവാള. വലുതാണെങ്കിൽ ഒരെണ്ണായാലും മതി കേട്ടോ, നല്ല വലിയ സവാളയാണെങ്കിലും മതി. ഇനി അതുപോലെ നല്ല ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ കാനം കുറച്ച് നിങ്ങൾക്ക് നീളത്തിലാണെങ്കിലും മുറിച്ചെടുക്കാവുന്നതുള്ളൂ. പിന്നെ ഇതിൻ്റെ കൂടെ ഞാനൊരു പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കട്ടെ. ഇപ്പോൾ നല്ല എരിവുണ്ട്. ഈ സവാളയിലേക്കുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. സവാള അത്യാവശ്യം നല്ല രീതിയിലൊന്ന് വഴന്ന് വരണം. ഇപ്പോൾ കണ്ടോ, സവാള ഇതുപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ബ്രൗൺ കളറിലേക്ക് വന്നിട്ടില്ല, അതിന് മുമ്പത്തെ ഒരു സ്റ്റേജാണ്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നന്നായിട്ട് കഴുകി ഒരു 5 മിനിറ്റ് കുതിർത്തിയെടുക്കുക ഉണക്ക ചെമ്മീനുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സവാളയും ചെമ്മീനും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് റെഡി ആയിട്ട് വന്നോളും. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെയാട്ടോ വെക്കണത്. ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് റെഡി ആയിട്ട് വരട്ടെ. അതിനുശേഷം പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ചേർത്താൽ മതി. ഇപ്പൊ കണ്ടോ, നമ്മളിതിലേക്ക് ചേർത്ത സവോള നന്നായിട്ടൊരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ സവോള നന്നായിട്ട് മൊരിഞ്ഞ് വരണം. അതുപോലെ ഈ ഒരു ചെമ്മീനുണ്ടല്ലോ, ഉണക്ക ചെമ്മീനും നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിലെത്തണം. നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ, ആ ഒരു സവോളയുടെയും അതുപോലെ ഉണക്ക ചെമ്മീൻ്റെ ഒക്കെ നല്ല ടെംപ്റ്റിംഗ് ആയിട്ടുള്ളൊരു മണം. ഇനി തീ കുറച്ച് വയ്ക്കുക. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ ചതച്ച മുളകാണ് ചേർക്കുന്നത്. നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഞാനൊരു 1.5 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ പച്ചമുളകിൻ്റെ എരിവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അത്യാവശ്യം എരിവുണ്ട് ഈ ചതച്ച മുളകിന്. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു പൊടികളുടെ ആ ഒരു പച്ചമണം ഒന്ന് മാറി വരിക, അതിനെ മതിയെ. ഇത് മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച ആ ഒരു റിഡ്ജ് ഗാർഡ് ഉണ്ടല്ലോ, പീച്ചിങ്ങ ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ പീച്ചിങ്ങ മുറിക്കുമ്പോൾ എപ്പോഴും ചെറുതായിട്ട് മുറിക്കുക. അതായിരിക്കും ഒന്നും കൂടി നല്ല ടേസ്റ്റി ആയിട്ട് എല്ലാം പിടിച്ച് വരാനൊക്കെ നന്നായിട്ട് വരാം. പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ സവാള ചേർത്തില്ല. അതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയുള്ളി ആണെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അല്ലെങ്കിൽ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെയാണെങ്കിലും ചേർക്കാവുന്നതുള്ളൂ.
ഇനി കുറച്ച് ഉപ്പും കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ഒരാവശ്യമില്ല, അല്ലാതെ തന്നെയാണ് നമ്മളിത് വേവിച്ചെടുക്കേണ്ടത്. പിന്നെ എപ്പോഴും പീച്ചിങ്ങയുടെയും ആ ഒരു ചെമ്മീൻ്റെയൊക്കെ ഒരു പ്രപ്പോർഷൻ കറക്റ്റായിട്ട് എടുക്കുക കേട്ടോ. കുറച്ച് ചെമ്മീനും ഒരുപാട് പീച്ചിങ്ങ ആയി കഴിഞ്ഞാലും ടേസ്റ്റി ആയിട്ട് വരില്ല. അതുപോലെ സവോള അല്ലെങ്കിൽ ഉള്ളിയൊക്കെ ആണെന്നുണ്ടെങ്കിലും ആവശ്യത്തിന് തന്നെ ചേർത്ത് കൊടുക്കുക, അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റി ആയിട്ട് വരിക. ഇതിപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചിട്ട് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. പീച്ചിങ്ങ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ, അപ്പോഴേക്കും എല്ലാം കൂടെ ഒന്ന് മിക്സായിട്ട് റെഡി ആയിട്ട് തന്നെ വരും. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്തിരുന്നു കേട്ടോ. ഉപ്പ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ നോക്കുക. ഇതിപ്പോൾ കണ്ടോ, ഈ പീച്ചിങ്ങ ഉണ്ടല്ലോ, ഇതൊന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കിടന്ന് യോജിച്ച് ആ ഒരു ചെമ്മീൻ്റെ ഫ്ലേവർ കാര്യങ്ങളൊക്കെ ആ ഒരു പീച്ചിങ്ങയിലേക്ക് നന്നായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറുതായിട്ട് കുറച്ച് ഭാഗം വേണമെങ്കിലും ഒന്ന് ഉടച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല, കാരണം പീച്ചിങ്ങ നല്ല ചെറുതായിട്ടല്ലേ നമ്മൾ മുറിച്ചെടുത്തിരുന്നത്. കറക്റ്റായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ ചെയ്ത പോലെ ചെമ്മീനൊന്ന് ഫ്രൈ ആക്കിയതിന് ശേഷം അങ്ങനെ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ആയിട്ട് വരിക കേട്ടോ. അതിൻ്റെ ഫ്ലേവേഴ്സൊക്കെ നന്നായിട്ട് വരിക. അല്ലാതെ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ അത്ര നന്നായിട്ട് വരില്ല. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, നല്ല ചോറിൻ്റെ കൂടെ അതുപോലെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ, നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ പീച്ചിങ്ങൊക്കെ വെറുതെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണക്ക ചെമ്മീൻ്റെ കൂടെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയാട്ടോ. നല്ല ഫ്ലേവറോട് കൂടിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉണക്ക ചെമ്മീൻ പീച്ചിങ്ങ ഉലർത്താണ്. അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്തായാലും ഇഷ്ടമാവും.